പെറ്റമ്മ തന്നെ സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ചാലോ? എത്ര ഞെട്ടിപ്പിക്കുന്ന കാര്യമാണത്. നാടിനെ നടക്കുന്ന സംഭവം തന്നെയാണ്. പാലക്കാട് വാളയാറിൽ 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിനെ വളർത്താൻ ബുദ്ധിമുട്ടായതിനാലും കുഞ്ഞ് ശല്യമായതിനാലുമാണ് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് ശ്വേത പറയുന്നത്. ശ്വേതക്ക് തമിഴ്നാടുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. കുട്ടിയെ കാര്യമായി ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നും കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു എന്നും ആവശ്യത്തിനും അനാവശ്യത്തിനും കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ജന്മം നൽകിയ കുഞ്ഞിനെ ഒരാൾക്ക് കൊല്ലാൻ സാധിക്കുമോ? അതും 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ പൊന്നോമന കുഞ്ഞിനെ. മറ്റൊരാളെ കൂടെ ജീവിക്കാൻ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യണോ? കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ എത്രയുള്ളതാണ്, അവിടെ എങ്ങാൻ കൊണ്ടിട്ടാൽ പോരെ? വാളയാർ സ്വദേശി ശ്വേതയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കിണറ്റിൽ വീണതല്ലെന്നും അമ്മ തള്ളിയിട്ടതാണെന്നും കുട്ടി മൊഴി നൽകിയതോടെയാണ് നടപടി ഉണ്ടായത്. ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു പ്രതി ശ്വേത. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, മകനെ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കുടില പ്രവൃത്തിയിലേക്ക് ശ്വേതയെ നയിച്ചത്. വെള്ളിയാഴ്ചയാണ് കുട്ടി കിണറ്റിൽ വീണത്. കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ കുട്ടിയെ ജീവനോടെ പുറത്തെടുത്തു. ഇതോടെയാണ് 4 വയസ്സുകാരൻ അമ്മ തന്നെ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞത്. അമ്മ ശ്വേത ഇത് നിഷേധിച്ചിരുന്നു. ഒരിക്കലും താൻ തന്നെ മകനെ തള്ളിയിടില്ലെന്നും അവൻ തന്റെ ജീവനാണെന്നും കുട്ടി കള്ളം പറയുകയാണെന്നും ശ്വേത ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ കുട്ടി മൊഴിയിൽ ഉറച്ചു നിന്നതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ശ്വേതയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശ്വേതയും 4 വയസ്സുകാരനായ മകനും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവുമായി ഏറെ നാളായി അകന്ന് കഴിയുകയായിരുന്നു ശ്വേത. ആൾമറയുള്ള കിണറായതിനാൽ കുട്ടിക്ക് ഒറ്റയ്ക്ക് കിണറിന്റെ മുകളിൽ കയറാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ കിണറ്റിലെ പൈപ്പ് വള്ളിയിൽ പിടിച്ച് പേടിച്ചരണ്ട് കരയുന്ന കുട്ടിയെയാണ് കാണുന്നത്. മകനെ രക്ഷിക്കാനായി ശ്വേതയും കരയുന്നുണ്ടായിരുന്നു. കരക്കെത്തിയപ്പോഴാണ് കുട്ടി പറയുന്നത് അമ്മയാണ് തന്നെ കിണറ്റിലേക്ക് തള്ളിവിട്ടതെന്ന്.